എന്നിട്ട് ആത്മഹത്യയൊക്കെ ചെയ്ത് മരിച്ചൊക്കെ കഴിഞ്ഞാല് അവരുടെ പാരന്റ്സ് പറയും, എന്റെ മകൾ നീ കൊന്നില്ലേ, ഞങ്ങൾക്ക് തന്നൂടായിരുന്നോ എന്നൊക്കെ. ഈ തരുന്നതിന്റെ മുന്നേ അവര് എത്രയോ വട്ടം ചിലപ്പോ കരഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടാവും, എന്നെ കൊണ്ട് കഴിയൂലമ്മ അവിടെ നിൽക്കാൻ, അല്ലെ എന്നെ കൊണ്ട് കഴിയൂലമ്മ അച്ഛ ഇവിടെ നിൽക്കാൻ എന്നുള്ളത്. പക്ഷെ അതൊന്നും ആ ഒരു സമയത്തൊന്നും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യില്ല. ഈ മകൾ എന്തെങ്കിലും അവിവേകം കാണിക്കോ, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന പോലുമില്ല. അപ്പോ ഞാൻ മനസ്സിലാക്കിയത് ഇത്തരം പ്രശ്നങ്ങളിലെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് പാരന്റ്സ് തന്നെയല്ല. പാരന്റ്സ് നമ്മളെ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം നമ്മൾ എന്താണ് അവർ ചെയ്യുന്നത്, ജീവിതം ഇതാണ്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലേക്ക് ഇട്ട് തരുന്നത് ഇങ്ങനെയാണ് ജീവിതം എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ഇതായിരിക്കും, എന്നെ കൊണ്ട് പറ്റൂല. പെട്ടെന്ന് അവരുടെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ അവർ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ കൂടെ എന്നെ കൊണ്ട് പറ്റൂല, അതിനേക്കാൾ നല്ലത് മരിക്കാണ് എന്നുള്ള ഒരു തോട്ടാണ് ആദ്യം വരുന്നത്.